നമസ്കാരം, തടായി ന്യൂസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ കാറിന്റെ കൂളന്റ് ലെവൽ അവസാനമായി പരിശോധിച്ചത് എപ്പോഴാണ്? കൂളന്റ് വേണമെന്ന് എല്ലാവർക്കും അറിയാം. അത് കുറയാൻ പാടില്ലെന്നും എഞ്ചിൻ അമിതമായി ചൂടായാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും നമുക്കറിയാം. എന്നാൽ സത്യത്തിൽ എത്ര പേരാണ് മാസത്തിൽ ഒരിക്കലെങ്കിലും കൂളന്റ് ലെവൽ പരിശോധിക്കുന്നത്? സർവീസിന് കൊടുക്കുമ്പോൾ വർക്ക്ഷോപ്പിൽ നോക്കും, അത്ര തന്നെ. പിന്നീട് മാസങ്ങളോളം അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. പല കാറുകളിലും പ്രശ്നം തുടങ്ങുന്നത് അവിടെ നിന്നാണ്. കൂളന്റ് ഒറ്റയടിക്ക് അപ്രത്യക്ഷമാകണമെന്നില്ല. ചെറിയൊരു ലീക്ക് ഉണ്ടെങ്കിൽ പോലും അത് പതുക്കെ കുറയും. വണ്ടി സാധാരണ പോലെ തന്നെ ഓടിക്കൊണ്ടിരിക്കും. എഞ്ചിന് യാതൊരുവിധ അസാധാരണ ശബ്ദവും ഉണ്ടാകില്ല. പക്ഷേ ഒരു ദിവസം ട്രാക്കിൽ ഏറെ നേരം കിടക്കുമ്പോഴോ ദീർഘദൂര യാത്രകൾക്കിടയിലോ ടെമ്പറേച്ചർ ഗേജ് പെട്ടെന്ന് ഉയരാൻ തുടങ്ങും. അപ്പോഴേക്കും ഒരു ചെറിയ പ്രശ്നം വലുതാಗಿ തുടങ്ങിയിട്ടുണ്ടാകും. ഇനി യാത്രക്കിടെ കാറിന്റെ ടെമ്പറേച്ചർ കൂടുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ എന്ത് ചെയ്യണം? ആദ്യം തന്നെ വാഹനം സുരക്ഷിതമായ ഒരിടത്തേക്ക് മാറ്റി നിർത്തുക, എഞ്ചിൻ ഓഫ് ചെയ്യുക. പക്ഷേ ഇവിടെ ഒരു കാര്യം വളരെ പ്രധാനമാണ്. ചൂടുള്ള എഞ്ചിൻ ഉടൻ തുറക്കരുത്, പ്രത്യേകിച്ച് റേഡിയേറ്റർ ക്യാപ്പ്. എഞ്ചിൻ ചൂടായിരിക്കുമ്പോൾ അത് തുറക്കുന്നത് അപകടകരമാണ്. എഞ്ചിൻ പൂർണ്ണമായി തണുത്തതിനു ശേഷം മാത്രമേ കൂളന്റ് ലെവൽ പരിശോധിക്കാവൂ. കൂളന്റ് കുറവാണെങ്കിൽ നിങ്ങളുടെ വാഹനത്തിന് നിർദ്ദേശിച്ചിരിക്കുന്ന ശരിയായ കൂളന്റ് ഉപയോഗിച്ച് ലെവൽ ശരിയാക്കാം. അടിയന്തര സാഹചര്യമാണെങ്കിൽ കൂളന്റ് ലഭ്യമല്ലാത്തപ്പോൾ വെള്ളം ഉപയോഗിച്ച് അടുത്തുള്ള വർക്ക്ഷോപ്പിൽ എത്താൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കാം. പക്ഷേ അവിടെ എത്തിയാൽ കാര്യം തീർന്നു എന്ന് കരുതരുത്. യഥാർത്ഥത്തിൽ കണ്ടെത്തേണ്ടത് മറ്റൊന്നാണ്. കൂളന്റ് എന്തുകൊണ്ടാണ് കുറഞ്ഞത്? കാരണം അത് വീണ്ടും വീണ്ടും കുറയുന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ലീക്ക് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. റേഡിയേറ്റർ, ഹോസുകൾ, വാട്ടർ പമ്പ്, തെർമോസ്റ്റാറ്റ് അല്ലെങ്കിൽ കൂളിംഗ് സിസ്റ്റത്തിലെ മറ്റേതെങ്കിലും ഭാഗം, എവിടെയാണ് പ്രശ്നമെന്ന് ആദ്യം പരിശോധിക്കണം. കുറഞ്ഞു, വീണ്ടും ഒഴിച്ചു, ഇനി ശരിയായി എന്ന രീതിയിൽ പോകുന്നത് പ്രശ്നം പരിഹരിക്കുകയില്ല. അത് കുറച്ച് ദിവസത്തേക്ക് മാത്രം മാറ്റിവെക്കുന്നതാണ്. കാരണം കൂളന്റ് കുറവായിരിക്കെ എഞ്ചിൻ അമിതമായി ചൂടായാൽ പിന്നീട് പ്രശ്നം ഹെഡ് ഗ്യാസ്കറ്റിലേക്കും എഞ്ചിൻ ഹെഡിലേക്കും വരെ എത്താം. അപ്പോഴേക്കും ചെറിയൊരു കൂളന്റ് പ്രശ്നം വലിയൊരു റിപ്പയർ ബില്ലായി മാറിയിരിക്കും. വാട്ടർ പമ്പ്, റേഡിയേറ്റർ, തെർമോസ്റ്റാറ്റ് എന്നിവയും പരിശോധിക്കണം. അതായത് തുടക്കത്തിൽ 1 മിനിറ്റ് എടുത്ത് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഒഴിവാക്കാമായിരുന്ന പ്രശ്നം ശ്രദ്ധിക്കാതെ പോയാൽ ആയിരക്കണക്കിന് രൂപയുടെ റിപ്പയർ ആയി മാറാം. പ്രത്യേകിച്ച് ചൂടുള്ള കാലാവസ്ഥയിൽ, ട്രാഫിക്കിൽ ഏറെ നേരം നിൽക്കുമ്പോൾ, ദീർഘദൂര യാത്രകൾ ചെയ്യുമ്പോൾ എഞ്ചിൻ കൂടുതൽ ചൂടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് യാത്ര തുടങ്ങുന്നതിന് മുമ്പ് വലിയ പരിശോധനകളൊന്നും വേണ്ട. ജസ്റ്റ് ബോണറ്റ് തുറക്കുക, കൂളന്റ് റിസർവോയർ നോക്കുക. ലെവൽ മിനിനും മാക്സിനും ഇടയിലാണോ എന്ന് ഉറപ്പാക്കുക. ഇടയ്ക്കിടെ കുറയുന്നുണ്ടോ എന്നും ശ്രദ്ധിക്കുക. കുറയുന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും കൂളന്റ് ഒഴിക്കുന്നതിന് പകരം അതിന്റെ കാരണം കണ്ടെത്തുക. കാരണം കാറിന്റെ പല പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. പക്ഷേ കൂളിന്റെ കാര്യത്തിൽ പ്രശ്നം വരുന്നതിന് മുമ്പ് 1 മിനിറ്റ് ശ്രദ്ധിച്ചാൽ മതി. ആ 1 മിനിറ്റ് പരിശോധന വഴിയിൽ കിടക്കുന്ന ഒരു കാറിനെയും അനാവശ്യമായ വലിയൊരു റിപ്പയർ ബില്ലിനെയും ഒഴിവാക്കാൻ സഹായിച്ചേക്കും.